തിരിച്ചു കാണിച്ചേ ഒന്ന്. ഇല്ല, മൂടില്ല, ആൾക്ക് മൂടില്ല. അതിനെ പറ്റി ഞാൻ പറയുന്ന ആളല്ല. എവൻ വന്നാൽ ഇത് തന്നെ ഗതി. എല്ലാ വർഷവും ഇതേപോലെ ടൂർ കൊണ്ടുവരണം. എല്ലാ വർഷവും ഈ കടല് പോലെ ആർത്തിരമ്പുകയാണ് കേരള രാഷ്ട്രീയം. ഓരോ ദിവസവും ഓരോ സംഭവ വികാസങ്ങൾ. നീ എന്തുവാണ് ഈ പറയുന്നത്? ഞാൻ പറയാം. ഹലോ ഗായ്സ്, ഫോട്ടോമാറ്റിക്കുമായിട്ട് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ചെറായി ബീച്ചിലാണ് ഗായ്സ്. ഇത് തന്നെ ഞാനും പറഞ്ഞ, ഇത്തിരി സാഹിത്യം ഇട്ടെന്നേ ഉള്ളൂ. സാഹിത്യം ഇല്ലാതെ ആ ക്വസ്റ്റ്യൻ എന്ന് പറയാമോ? കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടോ? ഉണ്ടോ? നോക്കാം. ഓക്കെ. ഗൈസ്, അവിടെ ഒരു വിശേഷം നടക്കുന്നുണ്ട്, നമുക്ക് പോയി നോക്കാം. ഹായ് ഗൈസ്, കല്യാണത്തിന്റെ ഭാഗമായിട്ട് വന്നതാണോ? വെറുതെ ഫോട്ടോഷൂട്ടായിട്ട് ഇറങ്ങി? അപ്പൊ ഈ തെരഞ്ഞെടുപ്പൊക്കെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണോ? ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്. സർക്കാരിനെതിരെ ഒരു വിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടോ? കണ്ടിന്യൂസ് ഒരു ഭരണം വന്നുകൊണ്ടിരുന്ന സ്വാഭാവികമായും വരും. എപ്പോഴും മാറി മാറി വരുന്നത് തന്നെയാണ് നമുക്കും നല്ലത്, അവർക്കും നല്ലത്. കല്യാണം എന്താ ഈ കടൽ തീരത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? വിഷാദം, ബ്രേക്കപ്പ്. ഷെഫാണല്ലേ? വോട്ട് നമുക്കൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, വോട്ട് ചെയ്യൂലോ അല്ലെ? ഇതിനു വേണ്ടി മാത്രമായിട്ട് അങ്ങനെ ടൈം കളയാനായിട്ടില്ല. അല്ല, നമ്മള് സ്വന്തമായിട്ട് അധ്വാനിച്ച നമുക്കുണ്ട്. ഹായ് പറഞ്ഞു, ഹായ് പറഞ്ഞു, ടാറ്റ പറഞ്ഞു, ടാറ്റ. കടല് കാണാൻ വന്നയാ? തിരിച്ചു കാണിച്ചേ ഒന്ന്. ഇല്ല, മൂടില്ല, ആൾക്ക് മൂടില്ല. സ്ഥിരം ഭരിക്കുന്നോണ്ടല്ല ഇപ്പൊ അങ്ങനെയൊക്കെയാണല്ലോ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ല, ആരെ അവർ ഭരിച്ചാലും നല്ലൊരു ഭരണം വരണം അവർ ആഗ്രഹമുണ്ട്. ഇതുവരെ അത് ഉണ്ടായില്ലെന്നാണോ? ഇല്ല, അങ്ങനെയല്ല, ഒന്നും കൂടി അതിലും മേലെന്ന് പറയില്ല നമ്മള്, അതേമാതിരി. പേടിയുണ്ടോ? ഉണ്ട്. ഓ ഗോഡ്. സിക്ക് പേടിയുണ്ടെങ്കിൽ എന്റെ കൈ പിടിച്ചോ കേട്ടോ. അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു സാധനമാണ്. മാത്രം ഇതിനകത്ത് കയറുക. ചേട്ടാ, ഇതിന്റെ ടെക്നോളജി എങ്ങനെയാണ്? ടെക്നോളജി എന്ന് പറയുന്നതാണ് പിന്ന്, വൈറ്റ് കളറ്. ഹോള് ഈ നേരെ വന്നാലുണ്ടല്ലോ പിന്നെ അഴിയും. ഈ ഹോള് ക്രോസ് ആയിട്ട് കിടക്കുമ്പോഴത് ലോക്കാണ്. ഇപ്പൊ ക്രോസ് ചെയ്തിട്ട് ലോക്ക് ചെയ്തിരിക്കുന്നത്, മുറുക്കിയിരിക്കുന്നത്, ടൈറ്റ് ആക്കിയിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ടെക്നോളജി. കൂട്ടി ജോയിൻ ചെയ്തിരിക്കുന്നത്. 4 എണ്ണം കൂടുമ്പോ 350 കിലോ ഭാരം താകും. രാഷ്ട്രീയം ചോദിച്ചിങ്ങാട് വരണ്ട, ബന്ധമില്ല. ഭരണ വിരുദ്ധമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒന്നാമത് വന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇല്ല. ടൂർ വന്നതാണോ? എവിടുന്നാ വന്നേ? ഇങ്ങനെയുണ്ട് കടല്? സൂപ്പറാ. ഒരു ഹായ് പറഞ്ഞേ. എല്ലാ വർഷവും ഇതേപോലെ ടൂർ കൊണ്ടുവരണം. എല്ലാ വർഷവും. നമ്മുടെ കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ട് അങ്ങനെയൊക്കെ പറയാൻ കാരണം? എന്തെങ്കിലും വിഷയമാണോ? ഒരു പെർട്ടിക്കുലർ വിഷയം എന്തെങ്കിലും? ഇവരാണ് നേരെ മറിച്ചാണെങ്കിൽ ഒരു മാറ്റം അനിവാര്യമാണ്. മോഡറേറ്റ് ആണ്. ഓക്കെ. ഭയങ്കര സൂപ്പർ ഒന്നും പറയാനില്ല. തരക്കേടില്ല. ആരും വന്നിട്ട് നന്നായിട്ട് ഭരിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അതിനെ പറ്റി ഞാൻ പറയുന്ന ആളല്ല. എന്നാലും നിരീക്ഷിക്കുമ്പോ വേണ്ട. രണ്ടുപേരുടെ ഭാഗത്തുനിന്നും പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. ഇപ്പൊ ഇലക്ഷൻ കഴിയുമ്പോൾ അറിയാലോ, ഇപ്പൊ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയണ്ട. പക്ഷെ മാറ്റം അനിവാര്യമാണ്. മാറ്റം വന്നേ പറ്റൂ. എവൻ വന്നാൽ ഇത് തന്നെ ഗതി, ഏത് വന്നാൽ ഇത് തന്നെ ഗതി. ഇത്രയും പേരുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്തിട്ട് എന്ത് തോന്നുന്നു? അതായത് ഭരണത്തിൽ വലിയ പരാതികളൊന്നും ഇല്ല, പക്ഷെ ചിലരെങ്കിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഓട്ടോമാറ്റിക് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ പുതിയൊരു ചോദ്യമായിട്ട് കാണാം. സൈനിങ് ഓഫ്. CP അഖില. ബൈ ബൈ.